മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ 15-ന് വീണ്ടും വാദം കേൾക്കും. 2 ദിവസങ്ങളിലായി ഹിയറിംഗ് തീർക്കാനാണ് കമ്മീഷന്റെ ലക്ഷ്യം. സങ്കീർണ നിയമപ്രശ്നങ്ങളാണ് പരിശോധിക്കുന്നതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് പറഞ്ഞത്? മുമ്പത്തെ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് അതിന്റെ തർക്കഭൂമി അതിൽ ഒരു തീരുമാനം കൈക്കൊള്ളാനായിട്ട് നിയോഗിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷന്റെ ആദ്യ ഹിയറിംഗ് ഇന്ന് കാക്കനാട് കളക്ട്രേറ്റിൽ നടന്നു. ഫറൂഖ് കോളേജും അതോടൊപ്പം തന്നെ ഈ ഭൂസമര സമിതി നേതാക്കൾ, വഖഫ് സംരക്ഷണ സമിതി, ഇവരുടെ വാദഗതികളാണ് ഇന്ന് പ്രധാനമായിട്ടും നടന്നത്. അതിൽ തന്നെ ഫറൂഖ് കോളേജാണ് ആദ്യഘട്ടത്തിൽ വാദഗതികൾ മുന്നോട്ട് വെച്ചത്. രണ്ടാമത്തെ രീതിയിൽ, അതായത് പിന്നീട് ഈ പറയുന്ന വഖഫ് സംരക്ഷണ സമിതിയും അതോടൊപ്പം തന്നെ ഭൂസംരക്ഷണ സമിതി നേതാക്കൾ, സമരസമിതി നേതാക്കളും തങ്ങളുടെ പ്രാഥമിക വാദങ്ങൾ ഈ പറയുന്ന CN രാമചന്ദ്രൻ നായർ കമ്മീഷന് മുന്നിൽ മുന്നോട്ട് വെച്ചു. പക്ഷേ വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ 15-ന് ഹാജരായിക്കൊണ്ട് വാദങ്ങൾ സമർപ്പിക്കാമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാലും മുതിർന്ന അഭിഭാഷകർ, ഹൈക്കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകരാണ് ഈ പറയുന്ന കക്ഷികൾക്ക് വേണ്ടിയിട്ട് സിറ്റിംഗിൽ ഹാജരാകുക. എന്തായാലും 15, 12, 22 ഈ ഒരു തീയതികളിൽ കൂടി ഹിയറിംഗ് നടത്തിക്കൊണ്ട് ഹിയറിംഗ് അവസാനിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് താൻ വെക്കുന്നതെന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ ഫറൂഖ് കോളേജ് ഇന്ന് വാദമുയർത്തിയിട്ടുള്ളത് നേരത്തെയുള്ള വാദത്തിൽ തന്നെ അവർ അടിയുറച്ചു നിൽക്കുന്നുണ്ട്. അതായത് ഈ ഭൂമി എന്ന് പറയുന്നത് ഇഷ്ടദാനം കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനുള്ള എല്ലാ തരത്തിലുമുള്ള നിയമപരമായ അവകാശമുണ്ട്. മാത്രവുമല്ല, ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് ഇവർ സിറ്റിംഗിലും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂസംരക്ഷണ സമിതി നേതാക്കൾ തങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നിലവിൽ ഈ സിറ്റിംഗ് കമ്മീഷന് മുന്നിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയിൽ തന്നെ ഈ പറയുന്ന ഫറൂഖ് കോളേജിന്റേത് ഇഷ്ടദാന പ്രകാരമാണ് നൽകിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും വഖഫ് എന്നുള്ള വാക്ക് അതിൽ ഉണ്ടായിരുന്നില്ലെന്നുമാണ് മുനമ്പം നിവാസികൾ സിറ്റിംഗിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ സങ്കീർണമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ തന്നെയാണ് താൻ പരിശോധിക്കുന്നതെന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ അതിനുശേഷം ആദ്യത്തെ ഹിയറിംഗിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ അഭിഭാഷകർ തന്നെ ഈ വിഷയത്തിൽ വാദഗതികൾ മുന്നോട്ട് വെച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടി ജുഡീഷ്യൽ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന മുനമ്പം നിവാസികൾക്കാണെങ്കിലും വഖഫ് ബോർഡിനാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും അഭിഭാഷകരുണ്ട്. അതേപോലെ തന്നെ ആശങ്കകൾ ഉള്ളവർ അതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരെ ഹാജരാക്കുകയാണെങ്കിൽ ആ വാദഗതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കുമെന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സങ്കീർണ നിയമപ്രശ്നങ്ങൾ ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് പട്ടയമടക്കമുള്ള വിഷയങ്ങളിൽ ഉണ്ട് എന്നും ജുഡീഷ്യൽ കമ്മീഷന്റെ ആദ്യത്തെ ഹിയറിംഗിന് ശേഷം CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫറൂഖ് കോളേജിന്റെ ഒരു വാദം എന്ന് പറയുന്നത് അവർക്ക് ഈ ഭൂമി വിൽപ്പന നടത്താനായിട്ട് എല്ലാവിധ അവകാശവും ഉണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും സുപ്രീം കോടതിയുടെ വിധികൾ അടക്കം ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകൻ ഇന്ന് സിറ്റിംഗിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും 15-ാം തീയതി വീണ്ടും വാദം കേൾക്കുന്നതായിരിക്കും. രജനി. ശരി രേഷ്മ.